ISROയിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ പ്രധാന പ്രതിക്കെതിരെ വീണ്ടും പരാതികൾ. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ വീണ്ടും 10ഓളം പരാതികൾ ലഭിച്ചുവെന്ന് അന്വേഷണ സംഘം. അതിനിടെ പ്രധാന പ്രതി റംസിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. വ്യാജ നിയമന രേഖകളും മറ്റു തെളിവുകളും പ്രതികൾ പോലീസിന് നൽകി. ISROയിൽ ജോലി വാഗ്ദാനം ചെയ്ത കോടികൾ തട്ടിയ കേസിലെ പ്രധാന പ്രതിയായ പോത്തൻകോട് ചെറുവല്ലി സ്വദേശിനി റംസിയെയാണ് വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത്. വെമ്പായം കട്ടൈക്കാലിൽ റംസി താമസിച്ചിരുന്ന വാടക വീട്ടിലും വ്യാജ സീലുകൾ നിർമ്മിച്ച ആറ്റിങ്ങലിലെ സ്ഥാപനത്തിലും എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. സംഭവത്തിൽ പിടിയിലാകുമെന്നറിഞ്ഞപ്പോൾ വ്യാജ നിയമന രേഖകളും മറ്റും വാടക വീട്ടിന് പുറകുവശത്ത് കത്തിച്ചുവെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. വ്യാജ നിയമനരേഖകളും മറ്റു തെളിവുകളും കത്തിച്ച സ്ഥലവും പോലീസിന് കാട്ടിക്കൊടുത്തു. ബ്യൂട്ടി പാർലർ നടത്തിയിരുന്ന റംസി തുമ്പ VSSCയിലെ എഞ്ചിനീയർ എന്ന് പരിചയപ്പെടുത്തി യുവതിയിൽ നിന്നും 9 ലക്ഷം രൂപ ഉൾപ്പെടെ മറ്റു പലരിൽ നിന്നുമായി 4 കോടിയോളം തട്ടിയെന്നാണ് കേസ്. ഇതിനിടെ റംസി തമിഴ്നാട്ടിൽ നടത്തിയ തട്ടിപ്പ് കേസിന്റെ വാർത്ത കേട്ടതോടെയാണ് തട്ടിപ്പിനിരയായ വിവരം പരാതിക്കാരി തിരിച്ചറിഞ്ഞതും വെഞ്ഞാറമൂട് പോലീസിൽ പരാതി നൽകിയതും. തുടർന്ന് 5 പേരടങ്ങുന്ന തട്ടിപ്പ് സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കേസിലെ 3-ാം പ്രതി മുരുകേശൻ സമാനമായ രീതിയിൽ തമിഴ്നാട്ടിൽ തട്ടിപ്പ് നടത്തി 2.25 കോടി രൂപയോളം റംസിക്ക് നൽകിയിട്ടുണ്ട്. അതിനിടെ റംസിക്കെതിരെ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി വീണ്ടും 10ഓളം പരാതികൾ ലഭിച്ചുവെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ഈ സാഹചര്യത്തിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത് അന്വേഷണ നടപടികൾ പൂർത്തിയാക്കാനാണ് പോലീസിന്റെ നീക്കം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.